ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്ന ഒരു കിടിലൻ പ്ലഗിൻസിനെ കുറിച്ചാണ്. ഇത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പം നിങ്ങളുടെ എഡിറ്റിംഗ് കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് സഹായിക്കും ഈ പ്ലഗിന്. ഓക്കെ, അപ്പം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഈ പ്ലഗിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ ഹോഴ്സ് എന്നാണ്. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാം, മിസ്റ്റർ ഹോഴ്സ്. ഓക്കെ, അപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന പ്രീമിയർ കമ്പോസർ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ വെബ്സൈറ്റ് വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ വെബ്സൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് മിസ്റ്റർ ഹോഴ്സിൻ്റെ മെയിനായിട്ടുള്ള വെബ്സൈറ്റിനാണ്, ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ നമുക്കതിന് കയറുമ്പോൾ നിങ്ങൾക്ക് ടൈമേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനിലാണ് ഈ ഫസ്റ്റ് കാണുന്നത്. ഇഷ്ടംമാതിരി ടൈമേഴ്സും കൗണ്ടേഴ്സും ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ആനിമേറ്റഡ് ഫോൺസ് നോക്കി, ഇഷ്ടംമാതിരി നല്ല സെറ്റപ്പായിട്ടുള്ള നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫോൺസാണ് നമുക്കിടുക. പിന്നെ ആനിമേഷൻ കമ്പോസറും, അപ്പം ആനിമേഷൻ പ്രീസെറ്റുകൾ, ടെക്സ്റ്റ് പ്രീസെറ്റ്, അങ്ങനെ ബൾക്കായിട്ടുള്ള ഇഷ്ടംമാതിരിയുള്ള പ്രീസെറ്റുകൾ നമുക്ക് കിട്ടും. ട്രാൻസാക്ഷൻസ്, ടൈപ്പോഗ്രാഫി, അങ്ങനെയുള്ള. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വെബ്സൈറ്റിലൊന്ന് ഗോ ത്രൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇത് ഞാൻ കുറേ നാൾ യൂസ് ചെയ്യുന്നൊരു പ്ലഗിനാണ്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും അത് ഒരു ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് കൂടുതലൊന്നും അറിയാനൊന്നുമില്ല. അപ്പം നമുക്ക് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെലേക്ക് പോകാം. അപ്പോൾ ആഫ്റ്റർ എഫക്ട്സിനും ഉണ്ട്, നമുക്ക് പ്രീമിയറിനുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്രീമിയറിൻ്റെ സെക്ഷനിനകത്തേക്കാണ് പോകുന്നത്. അപ്പം പ്രീമിയർ കമ്പോസർ എന്നാണ് ഇതിൻ്റെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നിങ്ങൾക്ക് ഓൾറെഡി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ള പ്ലഗിൻസിൻ്റെ ഒരു ഡെമോ ആണ് അവരിവിടെ കാണിച്ചിരിക്കുന്നത്. എലമെൻറ്റ്സ് ഒക്കെ ഇഷ്ടംമാതിരിയുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വെബ്സൈറ്റിനകത്തൊന്ന് പോവാം. അപ്പോൾ നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ഫോർ ഫ്രീ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് രണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് വേണ്ടിയുള്ള പ്ലഗിനാണ്, ഒന്ന് വിൻഡോസും ഒന്ന് മാക്കിലുള്ള. അപ്പം നിങ്ങളുടെ ഏതാണോ സിസ്റ്റം അതിനനുസരിച്ച് നിങ്ങളെന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ഉണ്ട്. ഇപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോഗിൻ ചെയ്യണം. അപ്പം ഒരു യൂസർ നെയിം പാസ്വേഡും വെച്ച് നിങ്ങൾ മസ്റ്റായിട്ട് ലോഗിൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്നൂടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ലോഗിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ എൻ്റെ മെയിൽ അഡ്രസ്സും പാസ്വേഡും വെച്ച് ഞാൻ ഓൾറെഡി തന്നെ ലോഗിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അക്കൗണ്ട് സെറ്റിങ്സ്, എൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസാണ് നിങ്ങൾ കാണുന്നത്. ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്യുക. വേണ്ടി നമ്മൾ പ്രീമിയറിലേക്ക് പോരുക. ഓക്കെ, പ്രീമിയറിൽ നമുക്ക് മെനു ബാറിൽ വിൻഡോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും മുകളിൽ. അതിനകത്ത് എക്സ്റ്റൻഷന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി തന്നെ പ്രീമിയർ കമ്പോസർ എന്ന് പറഞ്ഞിവിടെ കാണിക്കും. ചിലർക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്നെ ചെയ്യുന്നത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രീമിയർ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ആദ്യം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ യൂസർ നെയിം പാസ്വേഡും ചോദിക്കും. അപ്പം നിങ്ങൾ ഏതാണ് ആ വെബ്സൈറ്റിനകത്ത് രജിസ്റ്റർ ചെയ്തേക്കുന്ന യൂസർ നെയിം പാസ്വേഡ് അത് വെച്ച് തന്നെ നിങ്ങൾ ഇവിടെ ഒന്ന് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണും. അതായത് പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ അറിയാവുന്ന പോലെ തന്നെ ജസ്റ്റ് പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം വേറൊരു കാര്യം വെച്ചിട്ട് നമുക്ക് ഒരു മെയിൽ അഡ്രസ്സ് വെച്ച് നമ്മൾ അറ്റ് എ ടൈം ഒരു സിസ്റ്റത്തിൽ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആ കാര്യം നിങ്ങളൊന്ന് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആഫ്റ്റർ എഫക്ട്സിൻ്റെ പാക്കേജാണ് ഇത് കിടക്കുന്നത്, പിന്നെ പ്രീമിയറിൻ്റെ പാക്കേജാണ് ഈ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കിട്ടും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ വിൻഡോ ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൽ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. നോക്കി, ഇഷ്ടംമാതിരി പ്ലഗിൻസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. നോക്കി, നമ്മൾ നേരത്തെ അവിടെ വെബ്സൈറ്റിൽ കണ്ട പോലെ നമുക്ക് ഇഷ്ടംമാതിരി പ്ലഗിൻസ് ഉണ്ട്. പിന്നെ ടെക്സ്റ്റിൻ്റെ പ്രീസെറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആനിമേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ ആഫ്റ്റർ എഫക്ട്സിനൊന്നും പോയി അല്ലെങ്കിൽ നമ്മളിവിടെ ആനിമേഷൻ ചെയ്ത് നമ്മൾ ടൈം കളയേണ്ട. പ്രീസെറ്റ് ഇഷ്ടംമാതിരി ഉണ്ട്. പിന്നെ ട്രാൻസാക്ഷൻസ് ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ ഐക്കൺസ്, അത് എങ്ങനെ എൻ്റെ യൂട്യൂബിലേക്കൊക്കെ ഉള്ളവർക്കൊക്കെ ഈ ഒരു പ്ലഗിൻ വളരെ ഗുണമായിരിക്കും. പിന്നെ നമുക്ക് ഷേപ്പ് എലമെൻറ്റ്സ് ആണ്. പിന്നെ നമ്മൾ സൗണ്ട്സ് കുറേ ഉണ്ടോ, സൗണ്ട് എഫക്ട്സ് ആണ്. ശരിക്കും സൗണ്ട് എഫക്ട്സ് ആണ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പം ഇതെങ്ങനെ പിന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ കൂടുതൽ പറഞ്ഞു തരണ്ട. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ പ്ലേ ഹെഡ് വെച്ചതിന് ശേഷം ജസ്റ്റ് പ്ലേ ഹെഡ് വെക്കുക. അതിൻ്റെ ഞാനിപ്പോൾ ടെക്സ്റ്റ് പ്രീസെറ്റ് ഞാൻ ടെക്സ്റ്റ് ബോക്സ് നോക്കാം. ഫസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്തു ജസ്റ്റ് ആഡ് കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട. ആഡ് ചെയ്യുമ്പം ഓക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് പ്ലസ് കണ്ടോ,
ഓൾറെഡി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളേഴ്സൊക്കെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ നമുക്ക് മാറ്റി നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. റെഡ് ആണെങ്കിൽ റെഡ്, അതിനനുസരിച്ച് കണ്ടോ ഇവിടെ മാറി. ടെക്സ്റ്റിൻ്റെ കളറാണെങ്കിൽ നമുക്ക് വൈറ്റ് കൊടുക്കണമെങ്കിൽ വൈറ്റ് കൊടുക്കാം. പല ടൈപ്പിലേക്ക് നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ട്രാൻസാക്ഷൻസും സോഷ്യൽ മീഡിയ ഐക്കൺസും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾ എഡിറ്റ്സ് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പം ചിലർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് പ്രസ് ചെയ്യുക, കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ടിപ്സുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ.